എന്റെ പൊന്നുമോനെ, ഞങ്ങൾക്ക് ആരുമില്ല. എന്റെ പൊന്നുമോനെ, നമ്മളെ കൊണ്ടുപോടാ. നമുക്ക് മരുന്നിന് പോകാനായാലും എല്ലാത്തിനും ഞാൻ നിന്നോടല്ലേ പറയാൻ പറ്റത്തോളൂ. എന്റെ പൊന്നുമോനെ. മാവിന്റെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ട സ്വന്തം മകന്റെ വിയോഗത്തിന് ശേഷം ആരുമില്ലാതായ അച്ഛനും അമ്മയും ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ പഞ്ചായത്തിൽ ആനക്കുട്ടൂർ 14-ാം വാർഡിലാണ്. ഈ അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ. എൻ്റെ മോനായിരുന്നു ഞങ്ങളെ നോക്കിയും കാണുകയും ചെയ്തുകൊണ്ടിരുന്നത്. മരിച്ചിട്ട് ഇപ്പൊ 5-ാമത്തെ വർഷമാണ്. എനിക്ക് വയ്യടാ, അച്ഛനും വയ്യടാ. ഈ അവസ്ഥയായി ഞങ്ങൾക്ക് ആരുമില്ല. നമ്മളെ കൊണ്ടുപോടാ. നമുക്ക് മരുന്നിന് പോകാനായാലും എല്ലാത്തിനും ഞാൻ നിന്നോടല്ലേ പറയാൻ പറ്റും. കഴിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുതരും. പിന്നെ റേഷൻ കടയിൽ അരിയുണ്ട്, അത് വാങ്ങിക്കും. പിന്നെ അറിഞ്ഞായിട്ട് ഓരോരുത്തരൊക്കെ ഓരോന്ന് കൊണ്ടു തരുന്നുണ്ട്. ഇതെന്റെ ചേട്ടനാണ്. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ബാത്റൂമിൽ കൊണ്ടുവന്നും കുളിപ്പിക്കുന്നതും എല്ലാം എൻ്റെ ചേട്ടനാണ്. ചേട്ടനില്ലെങ്കിൽ ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോ. എപ്പോഴും വേറൊരാളെ നോക്കിയിരിക്കാനും ഇപ്പൊ ചേട്ടന് വയ്യാത്ത അവസ്ഥയായി. എന്നാലും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. ചേട്ടൻ്റെ കാലം ഒന്ന് മറിഞ്ഞു വീണ് ഒരഞ്ഞു. ഇപ്പൊ അതങ്ങ് പഴുത്ത് വലിയ ചരങ്ങ എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ പറ്റൂ. എനിക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ചേട്ടനില്ലെങ്കിൽ ഞാൻ എന്നേ ഞാൻ ചത്ത. പൈസ ഇല്ല. എവിടെയെങ്കിലും ഇപ്പൊ പലരോടും പറഞ്ഞു. ഈ കണ്ണിന്റെ നരമ്പ് മൊത്തം പോയി മോനെ. കണ്ണിന് നീർക്കെട്ട് തിരുവനന്തപുരത്ത് ഓപ്പറേഷന് പോയതാ. എല്ലാം എഴുതി കൊടുത്തപ്പോഴാ ചേട്ടൻ അവിടെ വെച്ച് വയ്യാതായി. ഇവിടും തട്ടയൊക്കെ ഇരുന്നേത് അവിടെ യാത്ര ചെയ്ത് അങ്ങ് ചെന്നപ്പോഴത്തേന് കാലം കയറി മൊത്തത്തോടങ്ങ് ഇതായി. എന്ന് കാണാമെങ്കിലേ അത്രയും കാര്യമായില്ലേ, അയാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ചേട്ടന് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്തൊക്കെ കിടന്നപ്പോ ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ ആളാ ഞാൻ. ബൈപ്പാസ് കഴിഞ്ഞ് പിന്നെയും വയ്യാതായി. കൊട്ടാരക്കര കരഞ്ചന്ത ഡോക്ടറുടെ കാണിക്കുകയൊക്കെ ചെയ്ത് പിന്നെ വലുതായിട്ടുള്ള പണിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോ നമ്മള് എങ്ങനെ കഴിക്കാൻ വടിയാകുമ്പോ പട്ടിയടിക്ക് എടുത്തോണ്ട് പോയോ. അയ്യോ, എന്റെ പേരും പടിയും കുത്തിയൊക്കെ അങ്ങോട്ടും പോക്കും വരക്കും. ഇവിടെ ഒരു ഉപ്പ് മേടിക്കണം തന്നെ ആരെങ്കിലും തരണം. അവസ്ഥയിലാണ് കിടക്കുന്നത്. ആരുടെ എന്നൊന്നും പറയുന്നത് ഇതായാലും ഓരോരുത്തർ പറയല്ലേ, തീരെ നിവൃത്തിയില്ലെങ്കിൽ പോയി തീർന്നുള്ളയാന്ന് എന്നുള്ള അവസ്ഥ വരെ മനസ്സിലാലോചിച്ചിട്ട് മേടിച്ച ഗുളിക എടുപ്പുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഗുളിക കഴിച്ചെങ്കിൽ ചാവായിട്ട് ഒന്നും അറിയണ്ടല്ലോ. ഓപ്പറേഷൻ ചെയ്ത് സുഖമാവണം. ഓനെ സുഖമായി കഴിഞ്ഞാൽ ഒരാൾക്കുള്ള വീട്ടിൽ ചെന്നൊരു ജോലി വെച്ചാൽ മിറ്റും തൂക്കാൻ എന്തെങ്കിലും ഓരോരുത്തരും വീട്ടിൽ പോയി തൂത്തു വാരിയാലും തേച്ചു പഴുക്കാനും ഞങ്ങൾ ജീവിക്കാം. കണ്ണ് കാഴ്ച കിട്ടണം. സാമ്പത്തികം ഇല്ല. സാമ്പത്തിക പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്ത ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.